ഗുഡ് മോർണിംഗ്. സൗണ്ടും ഇല്ല, ലൈറ്റും ഇല്ല. രാവിലെ തന്നെ സൺറൈസ് ട്രെക്കിന് പോവാണ്. 5 o'clock ആയി. ഹംപി അമ്പലം കാണാമോ പറകില്ലേ? ഹംപീൻ്റെ വഴിയോരങ്ങളിലെ കൂടിയാണ് ഇപ്പം റോഡിലെ കൂടിയാണ് നടക്കുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ട്രക്ക് ഉണ്ട്. അത് കഴിഞ്ഞാൽ സൺറൈസ് പോയിന്റ്. അപ്പോൾ നല്ലൊരു സൺറൈസ് കാണും എന്നുള്ള വിശ്വാസത്തിലാണ് രാവിലെ തന്നെ 5 മണിക്ക് എഴുന്നേറ്റ് എല്ലാവരും റെഡിയായി പോകുന്നത്. അമ്പലം അവിടെ കാണാം. ആ അമ്പലത്തിലേക്ക് നീളുന്ന ഒരു റോഡാണിത്. വലിയ നീളത്തിലുള്ള റോഡും ആ റോഡിൻ്റെ എൻഡിലാണ് അമ്പലം. കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്. ഭയങ്കര രസമായിരുന്നു കാണാൻ. വിരൂപാക്ഷ ടെമ്പിളിൻ്റെ ഇൻ ആൻഡ് അറൗണ്ട് കുറേ അധികം ചെറിയ ചെറിയ ഹോം സ്റ്റേസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നടന്നു പോകാവുന്ന ദൂരമാണ് മാതങ്കി ഹിൽസിൻ്റെ ട്രെക്കിംഗ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്. അപ്പോൾ മാതങ്കി ഹിൽസിലേക്കാണ് നമ്മളിപ്പോൾ നടന്ന് ഇന്നത്തെ സൂര്യോദയം കാണാൻ വേണ്ടി പോകുന്നത്. വലിയ വലിയ പാറക്കൂട്ടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുന്നാണ്. അപ്പോൾ അതിലൂടെ കയറി പോകുക എന്നുള്ളത് അത്ര എളുപ്പമായ കാര്യമല്ല. ഒന്നാമത് നല്ല ഇരുട്ടാണ്. രാവിലെ 5:30 മണി ആണ് സമയം. അപ്പോൾ തീരെ വെളിച്ചമില്ല. അത് മാത്രമല്ല, കല്ലുകളൊക്കെ ഇങ്ങനെ കുന്നം കുത്തായി നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പം നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ശ്രദ്ധിച്ചും കണ്ടും ഒക്കെ വേണം വെക്കാൻ. അപ്പം കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ പോലും എല്ലാവരും രാവിലെ തന്നെ ആ ഒരു സൺറൈസ് കാണണം എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ കയറി പോകുന്നത്. ഹംപിക്കും മാതങ്കി ഹിൽസിനും രാമായണവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. കുറേയധികം കഥകൾ അതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നതാണ്. ഫ്രം ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ അറ്റ് 6 o'clock ടൈം സൺറൈസിന് ഇങ്ങനെ ചുകന്ന് നിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മുകളിലത്തുള്ളൊരു പോയിന്റിൽ വന്നു. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. നല്ല പണിയായിരുന്നു കയറാൻ. സ്റ്റീപ്പാണ്. ഫുൾ കല്ല്, വലിയ കല്ലും കോൺക്രീറ്റിൻ്റെ കല്ലുകളും അതൊക്കെയാണ്. ഇവിടെയൊക്കെ അമ്പലത്തിൻ്റെ ഒരു ഷേപ്സ് കാണാം. സൺറൈസിന് തൊട്ട് മുന്നേ ആകാശം കാണാൻ എന്തൊരു രസമാണ് അല്ലേ? ആ ഒരു കളർ കോമ്പിനേഷനും അതിങ്ങനെ ഉദിച്ച് വരുന്നതിന് മുന്നേ ഉള്ള കുറച്ച് നിമിഷങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ആ മാതങ്കി ഹിൽസിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണിത്. ഫുൾ ബൗൾഡേഴ്സാണ്. ഫുൾ ഇങ്ങനത്തെ പാറകൾ നിറഞ്ഞ ഒരു ലാൻഡ്സ്കേപ്പാണ്. നമുക്ക് കണ്ണെത്താത്ത ദൂരത്തോളം കാണാൻ പറ്റുന്നത്. ഇങ്ങനെയൊരു സ്ഥലം, ഹംപി പോലെ ഒരു സ്ഥലം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഹംപിനെ മനസ്സിലാക്കണമെങ്കിൽ ഹംപി തന്നെ കാണണം എന്ന് പറയുന്ന പോലെയാണ്. നമുക്ക് ഒന്നുമായിട്ടും അത് കമ്പയർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് ഹംപിക്കുള്ളത്. ഹംപിയിൽ നിന്ന് കുറേ ദൂരം നമ്മൾ നോക്കുമ്പോൾ ആ സൺറൈസ് വരുന്ന അവിടെ തന്നെ ഒരു ഹോട്ട് എയർ ബലൂണിൻ്റെ ഇത് കാണാം. അപ്പോൾ അത് കുറച്ച് നാൾ മുന്നേ തുടങ്ങിയതാണ് ഹോട്ട് എയർ ബലൂൺ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഹംപിയിൽ. അത് ഹംപിയുടെ അപ്പുറത്തെ വശത്ത് പോയാലാണ് ചെയ്യാൻ പറ്റുക. പക്ഷേ പെർ പേഴ്സൺ 20,000 രൂപ 1 മണിക്കൂറേക്ക്, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ചാർജ്. ഹംപിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വിരൂപാക്ഷ ടെമ്പിൾ കാണാം. നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ അത് എത്രയും വലുതായിരുന്നോ നമുക്ക് തോന്നില്ല. ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ അത്ര വലുതാണ് ആ അമ്പലത്തിൻ്റെ ഒരു ആർക്കിടെക്ചർ. ആൾക്കാർക്കൊന്നും ഫോട്ടോ എടുത്തിട്ട് മതിയായിട്ടില്ല. വീണ്ടും ഒറ്റൊരു ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു അമ്പലവും അമ്പലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും കാര്യമായിട്ട് എന്ത് പറ്റി? റെഡിയായോ? ഇത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയാണോ? ഇവിടെ ഒരു പാട്ട് കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഒന്നും കാണാനില്ല. ഓക്കെ, ഇതുവഴിയാണ് പോകേണ്ടത്. നമ്മളിവിടെ എവിടെയോ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ടാണ് വന്നത്. അയ്യോ, ഇതല്ല. നമുക്ക് ഇവിടെ നിന്നുള്ളൊരു ബാലി കേറാമല എന്ന് കേട്ടിട്ടില്ലേ? മാതങ്കി ഹിൽസിനെയാണ് ബാലി കേറാമല എന്ന് പറയുന്നത്. ബാലിയും സുഗ്രീവന്റെയും ഒക്കെ കഥയായിട്ട് കിടപണിഞ്ഞ് കിടക്കുന്ന ഇതാണ്. അപ്പോൾ ബാലിയെ ഉപദ്രവിക്കാൻ വന്ന ഒരു മൃഗത്തിന്റെ തല വെട്ടിയെടുത്ത് അതിങ്ങനെ ദൂരെ വലിച്ചെറിഞ്ഞു എന്നും, ആ ദൂരെ വലിച്ചെറിഞ്ഞപ്പോൾ അത് പോയി വീണത് ഈ മാതങ്കി ഹിൽസിന്റെ മുകളിലാണെന്നും, അവിടെ മാതംഗ മഹർഷി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വന്ന് വീണതെന്നും, അത് കണ്ട മാതംഗ മഹർഷി വലുതായിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഇനി നീ ഇങ്ങോട്ട് കയറി വന്നാൽ ഞാൻ നിന്റെ കഥ കഴിക്കും എന്ന് ബാലിനെയോട് പറയുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ട് കയറി വന്നാൽ മരിച്ചു പോകും എന്നുള്ളത് കൊണ്ട് തന്നെ ബാലി അതിനുശേഷം ആ മലയുടെ മുകളിൽ കയറിയിട്ടില്ല. അത് കൊണ്ടാണ് ഈ മാതങ്കി ഹിൽസിനെ ബാലി കേറാമല എന്ന് പറയുന്നത്. അങ്ങനെ കിഷ്കിന്ധയുടെ രാജാവായ ബാലിക്ക് കിട്ടിയ ഒരു ശാപം
ഇവിടെ കയറി വന്നാൽ തല പൊട്ടിത്തെറിക്കും എന്നുള്ള ഒരു ശാപം കിട്ടിയ ഒരു മലയാണ്. അതുകൊണ്ടാണ് ഇതിനെ ബാലി കേറാമല എന്ന് പറയുന്നതും. ബാലിയുടെ സഹോദരനായ സുഗ്രീവനുമായി ഉണ്ടായ പ്രശ്നത്തിൽ സുഗ്രീവൻ ബാലിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഹനുമാൻ ഒരുമിച്ച് ഇവിടെയാണ് വന്ന് പാർത്തതെന്നും, കാരണം ബാലി വരില്ല, സുഗ്രീവനെ ഇവിടെ നിന്ന് കൊണ്ടുപോയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ വന്ന് ഒളിച്ചു പാർത്തു എന്നൊക്കെയാണ് പറയുന്നത്. ആ രാവിലെ തന്നെ സൺറൈസ് കാണാനുള്ള ഒരു കയറ്റവും ഇറക്കവും നല്ലൊരു ട്രെക്കിംഗ് എക്സ്പീരിയൻസ് കൂടിയാണ് എല്ലാവർക്കും തന്നത്. ആ മലയുടെ ഇടയിലൂടെ കയറി മുകളിലോട്ട് പോകാനും താഴോട്ട് ഇറങ്ങി വരാനും അത്ര എളുപ്പമായിരുന്നില്ല. എന്നാൽ പോലും അത്യുത്സാഹത്തോടെ എല്ലാവരും പണിപ്പെട്ട് മുകളിൽ കയറുകയും വളരെ ശ്രദ്ധാപൂർവം താഴോട്ട് ഇറങ്ങി വരികയും ചെയ്തു. അങ്ങനെ രാവിലെ തന്നെ ഒരു ട്രെക്കിംഗ് എക്സ്പീരിയൻസുമായിട്ടാണ് ഞങ്ങളുടെ 2ാമത്തെ ദിവസം തുടങ്ങിയത്. ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങി പോയാൽ കാണേണ്ടത് ഹംപിയുടെ ആ മലമുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കണ്ടിരുന്ന ഒരു വലിയ ടെമ്പിൾ സമുച്ചയം, അച്യുതരായ ടെമ്പിൾ എന്ന ആ ഒരു സമുച്ചയം. അതാണ് നമുക്ക് താഴോട്ട് ഇറങ്ങി വന്നാൽ ഇനി കാണാനുള്ളത്. അത് കാണാനുള്ള വഴിയിലെ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹംപിയുടെ ആ മലമുകളിൽ നിന്ന് ദൂരെ കാണുന്നത് അച്യുതരായ ടെമ്പിളിൻ്റെ അപ്പുറത്തെ വശത്ത് മുഴുവൻ കുറേയധികം തെങ്ങുകളും വാഴകളും അങ്ങനെ കുറേ പച്ചപ്പ് നിറഞ്ഞ ഒരു കാഴ്ചയായിരുന്നു നമുക്ക് മലമുകളിൽ നിന്ന് കാണാൻ പറ്റിയിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഹംപിയിൽ വളരെ വരണ്ട് നിൽക്കുന്ന ഒരു ഭൂപ്രതലമായിട്ടാണ് നമുക്കത് അനുഭവപ്പെടുക. അപ്പോൾ രാവിലത്തെ ഒരു സൂര്യപ്രകാശമൊക്കെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ താഴോട്ടിറങ്ങി പറ്റാവുന്നത്ര ഫോട്ടോഗ്രാഫ്സൊക്കെ എടുത്ത് എല്ലാവരും താഴോട്ടിറങ്ങി. മാതംഗമലയുടെ മുകളിലുണ്ടായിരുന്നതാണ് വീരഭദ്ര ക്ഷേത്രം. അതാണ് ഹംപിയിലെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രം. ഹംപിയിൽ എവിടെ നോക്കിയാലും ക്ഷേത്രങ്ങളും സ്തൂപങ്ങളും ഒക്കെയാണ് നമ്മൾ കാണുക. ഇത് കണ്ടാൽ തീരുന്നില്ലല്ലോ എന്ന് പോലും നമുക്ക് തോന്നും. അതിൽ പ്രധാനപ്പെട്ടവ മാത്രമല്ല, ശേഷിച്ചിരിക്കുന്ന വഴിയിൽ കാണുന്നതൊക്കെ വളരെ മനോഹരമായ ആർക്കിടെക്ചറാണെന്ന് തോന്നുന്നു. നമ്മൾ ആ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഉള്ള ഒരു സ്ഥലമാണിത്. ഭയങ്കര രസമുണ്ട്. ഇവിടെയാണ് ആ കൊട്ടവഞ്ചി ചെറിയ ദൂരത്തിലേക്കൊക്കെ ഓടിക്കുന്നത്. ഇവിടെയുണ്ട് ഒരു ബോട്ടുണ്ട്. ഭയങ്കര രസമുള്ളൊരു സിനിക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ ബൗൾഡേഴ്സൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കണ കാണാൻ ഭയങ്കര രസമുണ്ട്. നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് ട്രക്കിങ് കഴിഞ്ഞ് താഴെ വരുമ്പോൾ തേങ്ങകളൊക്കെ കുടിക്കാനുള്ളൊരു ഇതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ എല്ലാവരും നോക്കുമ്പോൾ ഹംപിയിൽ ഇങ്ങനെ തന്നെ കാണുന്നേ. ഇങ്ങനെ കുറേ ആർക്കിടെക്ചറും കാര്യമൊക്കെ എല്ലാം അവിടെ നോക്കുമ്പോൾ കാണും. ഇതൊക്കെ പണ്ടത്തെ മാർക്കറ്റ് ഏരിയ ആയിരുന്നു. മൃഗങ്ങളെയൊക്കെ വിറ്റുകൊണ്ടിരുന്ന ഏരിയ ആയിരുന്നു എന്നാണ് പറയുന്നത്. അമ്പലത്തിൽ നിന്നുള്ള പൂജാരികളൊക്കെ ഇതായിട്ട് പോകുന്നതാണ്. തുംഗഭദ്ര നദിയുടെ ഒരു പോർഷനാണ് നമ്മൾ കാണുന്നത്. ആ നദീൻ്റെ കരയിൽ ഇത്രയും അധികം ബോൾഡേഴ്സും നദീൻ്റെ ഉള്ളിലും ഒക്കെ ഉള്ളതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. കാരണം വെള്ളത്തിൻ്റെ അടുത്തുള്ള ബോൾഡേഴ്സിന് വേറെ തന്നെ ഒരു ഷേപ്പ് നമുക്ക് തോന്നും. ആ വെള്ളം കൊണ്ട് അതിങ്ങനെ കുറേ കൂടി സ്മൂത്ത് ആയ രീതിയിൽ കാണും. കാരണം വെള്ളത്തിൻ്റെ ഒഴുക്കും ആ ഒരു ഇതും കൊണ്ട്. പക്ഷേ അതിന് ചുറ്റുമുള്ളത് വേറൊരു തരത്തിലാണ് എന്തായാലും. നമ്മൾ അച്യുതരായ ടെമ്പിളിൻ്റെ അവിടത്തേക്കാണ് പോകുന്നത്. അത് വലിയൊരു ടെമ്പിൾ സമുച്ചയമാണ്. വിജയനഗര രാജാക്കന്മാരുടെ കാലത്ത് ഏറ്റവും അവസാനമായിട്ട് ഉണ്ടാക്കിയ ഒരു ടെമ്പിൾ കോംപ്ലക്സ് ആണിത്. അത് വലിയൊരു സ്ഥലത്ത് തന്നെ പടർന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഹംപിയിലുള്ള ദിവസങ്ങളാണ്. 2ാമത്തെ ദിവസമാണ്. ഹംപിയിൽ നിന്ന് അപ്പൂപ്പന്താടി ഗ്രൂപ്പിൻ്റെ കൂടെയാണ്. ഇന്ന് നമ്മൾ മസ്റ്റേർഡ് ഗണപതി ടെമ്പിളും പിന്നെ ഒരു ശിവൻ്റെ ടെമ്പിളും കൃഷ്ണൻ്റെ ടെമ്പിളും ഒക്കെയാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു റൗണ്ട് ഉള്ള തോണിയിൽ ഒരു റൈഡിനും കൂടെ പോകും. അതും കൂടിയാണ് ഇന്നത്തെ ഉള്ളത്. നല്ല ചൂടാണ്. ഹംപിയിൽ ചൂടിന് മാത്രം ഒരു കുറവുമില്ല. ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂട്. ഈ ഫെബ്രുവരി മിഡായിട്ടും കൂടെ നല്ല ചൂടാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ചുറ്റുമുള്ള ഒരു ആംബിയൻസ്. നമ്മൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മളുടെ അടുത്ത 1-2 പ്രധാനപ്പെട്ട ഒരു അമ്പലങ്ങൾ കൂടെ കാണാനുള്ള തയ്യാറെടുപ്പിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഹംപിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങൾ മാത്രമാണ് ഈ വ്ലോഗിൽ കാണിക്കുന്നത്. പക്ഷേ ഹംപിയിൽ മുഴുവൻ കാണണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 1, 2, 3 ദിവസങ്ങളൊന്നും പോരാ. സിംഹ ടെമ്പിൾ, അതിൻ്റെ അപ്പുറം തന്നെ ഒരു ശിവൻ്റെ ടെമ്പിൾ ഉണ്ട്. അപ്പോൾ ശിവൻ്റെ അവിടെ പൂജയൊക്കെ ഇടക്ക് നടക്കാനുള്ളതാണ് വരുന്നത്. ഇത് അമ്പലമൊന്നും അങ്ങനെ അധികം കാര്യമായിട്ട് ചുറ്റുമില്ല. വലിയൊരു നരസിംഹൻ്റെ ഒരു സ്റ്റാച്യു, നല്ല രസമുണ്ട്. അതിൻ്റെ മുകളിൽ ഫുൾ നാഗപടമൊക്കെ ആയിട്ട്
അതിൻ്റെ അപ്പുറത്താണ് ഒരു കുഞ്ഞ് ശിവലിംഗത്തിൻ്റെ ഒരു അമ്പലം. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇവിടെ കുറച്ചൊരു പച്ചപ്പൊക്കെ കാണാനുണ്ട്, കുറച്ച് തെങ്ങിൻ തോപ്പും അതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കാണുമ്പോൾ ഒരു തണുപ്പൊക്കെ നമുക്ക് തോന്നും, പക്ഷെ തണുപ്പൊന്നുമല്ല, നല്ല ചൂടാണ്. But they store the water every day for the 2 feet because they don't want it to go for the tourist inside. Because we feel it's a God water, we not step inside. Last in a 6 years back they put this gate. Before there is a no gate, locked in a 6. ഇത് ഏറ്റവും വലിയ ഒരു ശിവലിംഗമാണ്. ഭയങ്കര രസമുണ്ട് കാണാൻ. എന്താ ഇന്ത്യയിൽ വെച്ച് 2ാമത്തെ വലിയ ശിവലിംഗം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ആക്ച്വലി വലിയ അമ്പലത്തിലൊക്കെ ഒന്നും പണ്ട് സാധാരണക്കാർക്ക് പ്രവേശനം ഇല്ലാത്തിരുന്ന കാലത്ത് പാവങ്ങളുടെ ഒരു അമ്പലം എന്നുള്ള രീതിയിൽ പൈസയൊക്കെ കളക്ട് ചെയ്ത് അതിലുള്ള ഒരാൾ അങ്ങനെ നിർമ്മിച്ചതാണെന്നാണ് പറയണേ. അപ്പോൾ അതിൻ്റെ താഴെ ഉള്ളത് വെള്ളമാണ്. വെള്ളം തുംഗഭദ്ര റിവറിൽ നിന്ന് കനാൽ വഴി വരുന്ന വെള്ളമാണ്. അപ്പോൾ ആ വെള്ളം എന്താ നമ്മൾ അവിടെ ആൾക്കാർ ഇറങ്ങാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് വെള്ളം അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. കാരണം അതിന് ചുറ്റും അമ്പലമൊന്നും ഇല്ല, പാവങ്ങളുടെ ഇതായതുകൊണ്ട് എല്ലാവർക്കും ഓപ്പൺ ആണ്. പക്ഷെ അത് തൊട്ട് ചീത്തയാക്കാൻ പാടില്ല എന്നുള്ള കാരണം. അപ്പം വെള്ളം അവിടെ ഉണ്ടാകുമ്പോൾ ആരും സ്റ്റെപ്പിൻ ചെയ്യില്ല, കാരണം ദൈവത്തിൻ്റെ അവിടെ നിന്ന് വരുന്ന വെള്ളം ആണ് എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് വെള്ളം അവിടെ വെച്ചിരിക്കുന്നത് ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഐതിഹ്യം. പല തരത്തിലുള്ള സ്റ്റോറീസ് ഗൈഡിന് പറയാനുണ്ട്. ഓരോ അമ്പലത്തിൽ പോകുമ്പോഴും അതിനെപ്പറ്റി പലതരത്തിലുള്ള സ്റ്റോറീസ് അവർക്ക് പറയാനുണ്ട്. നല്ല രസമുണ്ട്, നല്ല വലിയതാണ്. അതിൻ്റെ മുകളിലുള്ള ഒരു ഇതുപോലെ കെട്ടിയ അതിൻ്റെ മുകളിലൊരു സ്ക്വയർ പോലെയുള്ള അത് അവിടെ ഒന്നുമില്ല സീലിംഗ്. അപ്പോൾ മുകളിൽ നിന്നുള്ള സൺലൈറ്റാണ് ഡയറക്റ്റ്ലി ആ ശിവലിംഗത്തിൻ്റെ മുകളിൽ വന്ന് പതിക്കുന്നത്. അത് കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ പലതും ഇൻവേഡ് ചെയ്തപ്പോഴും അത് നശിപ്പിച്ചപ്പോഴും ഇത് നശിപ്പിച്ചിട്ടില്ല. കാരണം മറ്റേ ബ്രിട്ടീഷുകാർ വന്നപ്പോഴും ഒന്നും, കാരണം ഇത് പാവങ്ങളുടെ ശിവൻ അമ്പലം എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അമ്പലത്തിൽ ഒന്നും ഗോൾഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് അത് നശിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു ഡാമേജും ഇല്ലാണ്ട് നല്ല രീതിയിൽ ഇപ്പോഴും കാണാനുണ്ട് അതിൻ്റെ ഐതിഹ്യം. ഹംപിയിലെ അമ്പലത്തിൻ്റെ കാഴ്ചകൾ കണ്ടാൽ തീരുന്നതല്ല. അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ കാഴ്ചകൾ ഇന്നത്തോടുകൂടെ ഈ നിർത്തി നമ്മൾ ഹംപിയുടെ വേറൊരു ഭാവവും രൂപവും കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഹിപ്പി ഹംപി എന്ന് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഹിപ്പി ഹംപി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻഷ്യൻറ്റ് ആർക്കിടെക്ചറൽ ഫുള്ളായിട്ടുള്ള ഒരു ഹംപിക്ക് വേറൊരു മുഖം കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് 2 വർഷം മുന്നേ ആ ഹിപ്പി ഹംപി എന്നുള്ള അവിടുത്തെ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ബാൻ ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ കുറേയധികം പബ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഹംപിയുടെ അങ്ങനെ ഒരു മുഖവും പിന്നെ കോരക്കൽ റൈഡിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളുമാണ് അടുത്ത വ്ളോഗിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. തുംഗഭദ്ര നദിയിലുള്ള ആ കോരക്കൽ റൈഡിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളുമായി അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച്.